നമസ്കാരം, ഷമീമാസ് കറിവേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മന്തിയാണ്. അതിനായിട്ട് ഒരു 1.25 കിലോയോളം ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല വലിപ്പത്തിൽ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തതാണിത് കേട്ടോ. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബീഫിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഒരു 7-8 പച്ചമുളക്, പിന്നെ 2 സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 ഗ്രാമ്പു, ഒരു മാഗിയുടെ ക്യൂബ്സാണ് 2 ക്യൂബ്സ്, പിന്നെ 2-3 കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 1 ടേബിൾ സ്പൂൺ മന്തി മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. 7-8 ഏലക്ക. ബീഫിൽ കുറച്ച് നെയ്യ് കാണും, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ചേർത്താൽ മതി. ഒരു 1/2 കപ്പിനകത്തുള്ള ഓയിൽ ചേർത്താൽ മതി. വെന്ത് വരുമ്പം കുറച്ച് ഓയിൽ അങ്ങ് തെളിഞ്ഞ് വരും, അതുകൊണ്ട് നമുക്ക് കുറച്ച് ചേർത്താൽ മതി. 3 ടേബിൾ സ്പൂൺ തൈര്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇതിക്ക് മാഗി ക്യൂബ്സിനകത്ത് ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട. എന്നിട്ട് ലാസ്റ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയെന്ന് പറയുന്നത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കണം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ബീഫ് നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുപ്പിലാണെങ്കിൽ കുറച്ച് ഹാർഡായിരിക്കും, അപ്പം നമുക്ക് കഴിക്കാൻ നേരത്തെ അത്ര ടേസ്റ്റ് കാണത്തില്ല. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 6 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കുക്ക് ചെയ്യാം. നമ്മൾ ബീഫ് കുക്ക് ചെയ്യാൻ നേരത്ത് വെള്ളം ഒട്ടും ചേർക്കേണ്ട. അതിനകത്ത് വെള്ളം കാണും. നമ്മൾ ഗ്രേവി ആയിട്ടല്ലല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് ആ വെള്ളത്തിൽ, അതിനകത്തുള്ള വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്ത് നമുക്ക് കിട്ടും. അരി നമ്മളൊരു 1/2 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് അധികം വെള്ളം വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതെന്ന് പറയുന്നത് സെല്ലാ റൈസാണ് എടുത്തിരിക്കുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് അരി കുക്ക് ചെയ്യാനായിട്ട് ഉപ്പൊന്നും ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഊറ്റിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് കുറവ് വരും. പിന്നെയെന്ന് പറയുന്നത് ഒരു 2 ബേ ലീഫ്, 1 ടേബിൾ സ്പൂൺ ഓയിലോ, ഒരു പട്ട, 4 ഏലക്ക, പിന്നെ എന്ന് പറയുന്നത് 4 ഗ്രാമ്പു. ഇതെല്ലാം കൂടെ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ്സ് എടുക്കുമായിരിക്കും കുക്ക് ചെയ്തെടുക്കാൻ. നന്നായിട്ട് വെന്ത് വരണം. എന്നാൽ ചോറ് നന്നായിട്ട് കുഴഞ്ഞു പോകാൻ പാടില്ല. കുഴഞ്ഞു പോയാൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് മന്തിക്ക് കിട്ടത്തില്ല. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി പീസ് മാത്രമായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം ഗ്രേവി നമുക്ക് ചോറിൽ ചേർത്ത് കൊടുക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഊറ്റി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുറച്ച് മഞ്ഞളൊന്ന് കലക്കിയെടുത്തതാണ്. അത് കുറച്ച് കളറിന് വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചോറിലോട്ട്. ഊറ്റി വെച്ച ചോറിൻ്റെ ഒരു പകുതി സ്റ്റെപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ 2 ഉണക്ക നാരങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ 4-5 പച്ചമുളക് നമുക്ക് അതിനകത്തോട്ട് കുത്തി വെച്ച് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മന്തി മസാലയാണ്. അതിൽ പകുതി നമുക്ക് ഫസ്റ്റിലുള്ള ഇട്ടയിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. ചോറിന് ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് ഈ ചോറിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ചോറ്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസ് നമുക്ക് ഈ ചോറിലോട്ട് ഇട്ട് കൊടുക്കാം.
ബാക്കിയുള്ള ചോറും കൂടെ നമുക്ക് ഈ ഇതിൻ്റെ ബീഫിൻ്റെ മേലിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മന്തി മസാലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബീഫിൽ നല്ല കൊഴുപ്പ് കൂടുതലായിരിക്കും, അതുകൊണ്ട് നമ്മൾ അധികം നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള മഞ്ഞ കുറച്ച് കളറിന് വേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ റെഡ് കളർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ബാക്കിയുള്ള ഗ്രേവി നമുക്ക് സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചോറിനെ എല്ലാം കൂടെ ഒരു കളറായി അങ്ങ് മാറും. നമുക്ക് സൈഡിലോട്ട് ഒഴിച്ചിട്ട് എടുക്കുന്നിടത്ത് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. ചോറ് നമുക്കൊരു പുകയുടെ മണം വരാനായിട്ട് നമുക്കൊരു 2-3 ചാർക്കോൾ അകത്തോട്ട് വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല പുക വരുന്നത് നമുക്ക് നന്നായിട്ട് അപ്പോഴും തന്നെ അടച്ച് വയ്ക്കാം. ഒട്ടും തന്നെ പുക വെളിയിൽ പോകാതിരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. പുക വെളിയിൽ പോകാതിരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും വെയിറ്റുള്ള ഒരു സാധനം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. നമ്മുടെ ചോറിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നു എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.